പാർട്ടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് എന്നെ നിശ്ചയിച്ചാൽ പിന്നീട് ആ ചുമതല എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത് പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു സാധാരണ പ്രവർത്തകനാണ് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് നിർവഹിക്കുന്നു. ജോലി ചെയ്തില്ല. പാർട്ടിയിലൊന്നും ഒരു ഭിന്നതയില്ല. എല്ലാവരും ഒറ്റക്കെട്ടോടുകൂടി ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചത്. എല്ലാ ആളുകളെയും നഗരസഭാ കൗൺസിലർമാരെ, നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ എല്ലാവരും ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. നഗരസഭാ പരിധിയിലെ വോട്ട് അങ്ങനെയില്ല, 1% പോലും. ഞങ്ങൾ വിലയിരുത്തൽ യോഗം നടത്താനേ പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ നാളെ സംസ്ഥാനത്ത് ശില്പശാലയെല്ലാം കഴിഞ്ഞ് അസംബ്ലി മണ്ഡലത്തിൽ വിലയിരുത്തൽ വരാൻ പോകുന്നുള്ളൂ. ഇത് തെറ്റായ വാർത്തകളാണ്. ഒരാളും പരാതി കൊടുത്തില്ല. സംസ്ഥാന അധ്യക്ഷൻ തന്നെ അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പ് ചെയ്ത് എല്ലാ ബൂത്തുകളിലും യാത്ര ചെയ്ത് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനടക്കം ബൂത്തുകളിൽ വീട് കയറിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ നഗരസഭ ഇപ്പോൾ പഴിചാരുന്ന കൃഷ്ണകുമാറേട്ടനാണ്. അതായത് സ്ഥാനാർത്ഥിയുടെ നിർണ്ണയത്തിലാണ് പ്രശ്നം. നഗരസഭയ്ക്ക് യാതൊരു തരത്തിലുള്ള വീഴ്ചയും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ നഗരസഭയ്ക്ക് വീഴ്ചയുണ്ടെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മാധ്യമ വാർത്തകളല്ലേ. നഗരസഭാ ഭരണം ഞാൻ ഇലക്ഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ, കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും ശുദ്ധജലം എത്തിച്ചത് നഗരസഭ, ഏറ്റവും കൂടുതൽ PMAY ആനുകൂല്യം കൊടുത്ത നഗരസഭ, സ്വനിധി പദ്ധതി പ്രകാരം ആനുകൂല്യം കൊടുത്ത നഗരസഭ. ഞാൻ എൻ്റെ പാർട്ടി ഭരിക്കുന്ന നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിച്ചത്. പല സ്ഥലത്ത് റോഡുകളടക്കം പൊളിഞ്ഞടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതല്ലോ, അത് തെറ്റിദ്ധരിപ്പിക്കലായിരുന്നല്ലോ. നഗരസഭാ പ്രദേശത്തെ റോഡുകൾ, നഗരസഭയുടെ കൈവശമില്ലാത്ത റോഡുകൾ പോലും നഗരസഭയുടേതായിട്ട് 2 മുന്നണികളും പ്രചരണം നടത്തി. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് നടത്തിയ ഒരു സമരത്തെക്കുറിച്ച് പോലും ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ. വിക്ടോറിയ കോളേജിൻ്റെ അവിടെ 100 ഫീറ്റ് റോഡിൻ്റെ ഭാഗത്ത് അവർ സമരം നടത്തി. നഗരസഭാ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത. ഞങ്ങളുടെ റോഡല്ല, സമരം ചെയ്യുന്ന കോൺഗ്രസ്സുകാർക്ക് അറിയേണ്ടത് അത് ഞങ്ങളുടെ റോഡല്ല എന്നുള്ളത്. എല്ലാ കൗൺസിലർമാരും ഒരുമിച്ച് നിന്നു എന്ന് തന്നെയാണോ? 28 ആളും കൃത്യമായിട്ട് അവരുടെ വാർഡുകളിൽ അവർ ഗൃഹസമ്പർക്കം നടത്തിയിട്ടുണ്ട്. പാർട്ടി ഏൽപ്പിച്ച അഡീഷണലായിട്ട് ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. യാതൊരു പരാതിയും പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനോ ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന നേതൃത്വമോ ഒരാളും ഉന്നയിച്ചിട്ടില്ല. ഈ 18 പേർക്കെതിരെ പരാതി നൽകി എന്നുള്ള വാർത്തകൾ വരുന്നത്. ഞങ്ങളാരും പരാതി നൽകിയിട്ടില്ല. ഇത് ആകാശത്ത് നിന്ന് എങ്ങനെ പൊട്ടി വീണു എന്നുള്ളത് അറിയില്ല. ഇത് മാധ്യമ സൃഷ്ടിയാണ്. ഒരാൾക്കെതിരായിട്ടും പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ വരുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും അത്തരത്തിലുള്ള അഭിപ്രായമില്ല. ഞങ്ങളുടെ ഏതെങ്കിലും കൗൺസിലർമാർ പ്രവർത്തിച്ചില്ല എന്നോ അല്ലെങ്കിൽ കൗൺസിലർമാരുടെ വേണ്ടത്ര രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊന്നും ഞങ്ങളാരും പരാതി പറഞ്ഞിട്ടില്ല. ഇത് മാധ്യമങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും 2000 വോട്ട് നഗരസഭയിൽ കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 7000 വോട്ടിൻ്റെ കുറവും വന്നു. ഇതെങ്ങനെയായിരിക്കും സംഭവിച്ചത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നേരിട്ട് റോഡ് ഷോ നടത്തിയ സ്ഥലമാണ് പാലക്കാട് നഗരം. ശ്രീ നരേന്ദ്രമോദിജിക്ക് ഓരോ ബൂത്തിലും അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളുണ്ട്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ എല്ലാ രാഷ്ട്രീയത്തിനതീതമായിട്ട് വലിയൊരു നീണ്ട നിര ആളുകളാണ് വന്നത്. നിങ്ങൾ കണ്ടാണല്ലോ, ആയിരക്കണക്കിന് ആളുകൾ വന്നു. അത് ആ വോട്ടുകൾ ശ്രീ നരേന്ദ്രമോദിജിക്ക് യോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് അത്തരത്തിലുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബേസ് വോട്ട് ഇപ്പോഴും 39,000-നും 40,000-നും ഇടയിലാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും ഒരു പരാജയത്തിൻ്റെ കാരണം എന്താണെന്നാണ് വിലയിരുത്തുന്നത്? ഞങ്ങൾ വിലയിരുത്തുമല്ലോ. പരാജയത്തിൻ്റെ കാര്യം ഞങ്ങൾ വിലയിരുത്തുമല്ലോ. ഞങ്ങൾക്ക് അഡീഷണലായിട്ട് ലഭിക്കേണ്ട വോട്ടുകൾ എന്തുകൊണ്ട് ലഭിച്ചിട്ടില്ല, നിഷ്പക്ഷ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ എന്താണ് കാരണം കണ്ടെത്തി ഞങ്ങളത് പരിഹരിക്കും. സുരേന്ദ്രൻ ഈ പരാജയത്തിൻ്റെ ഒരു കാരണമായിട്ടുണ്ടായത് ഒരു ഇതുമില്ല. അവർ തുടക്കം മുതൽ അവരുടെ അമ്മ ഹോസ്പിറ്റലായിരുന്നിട്ട് പോലും അവർ ആത്മാർത്ഥതയോടിയിട്ട് കാലത്ത് മുതൽ രാത്രി വരെ, വളരെ വൈകിയത് വരെ ഇവിടെ നിന്ന് രാത്രി വീട്ടിൽ പോയി അടുത്ത ദിവസം തിരിച്ചു വരിക. ഞാൻ ഒരു കണ്ണാടി പഞ്ചായത്തിൽ റോഡ് ഷോ നടക്കുന്ന സമയത്താണ് രാത്രി 9:45 അവർ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകുന്നത്. കാറ് നിർത്തി എന്നെ വിഷ് ചെയ്തിട്ടാണ് പോയത്. ചോദിച്ചു, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോകും, രാവിലെ നേരത്തെ വരും. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു സാധാരണ പ്രവർത്തകൻ തൊട്ട് BJPയുടെ സംസ്ഥാന നേതാക്കൾ വരെയുള്ള ആൾക്കെതിരെ ഒരു പരാതിയില്ല. ഞാൻ 100% സ്ഥാനാർത്ഥി പ്രവർത്തനത്തിൽ തൃപ്തനാണ്. ഈ പ്രമീള ശശിധരൻ പറയുന്നത് പല സ്ഥലങ്ങളിലും ക്യാമ്പയിന് പോയപ്പോൾ അവർ പറയുന്നു നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി മാത്രമാണോ ഉള്ളത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നു. അത്തരം വികാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കും. കാരണം തീർച്ചയായിട്ടും പാർട്ടിക്ക് അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടണമല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വികാരമുണ്ടായിരുന്നോ, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഞങ്ങൾ പരിശോധിക്കും. അത് കൃഷ്ണകുമാറിൻ്റെ എന്നുള്ള സ്ഥാനാർത്ഥിക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ അത് അടുത്ത തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തിരുത്തുമല്ലോ. സാമ്പത്തിക സ്രോതസ് അനുസരിച്ച് പല ആരോപണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിക്കേണ്ടതാണെങ്കിൽ പരിശോധിക്കണമെന്നാണ് പ്രമീള ശശിധരൻ പറഞ്ഞത്.
പ്രമീള ശശിധരൻ അത് പറഞ്ഞിട്ടില്ല. ഞാൻ പത്രസമ്മേളനം കണ്ടിരുന്നു. നിങ്ങൾ അല്ല നിങ്ങൾ അവർ പറയാത്ത വളച്ചൊടിക്കാൻ മാതൃഭൂമി ശ്രമിക്കേണ്ട. പ്രമീള ശശിധരൻ്റെ പത്രസമ്മേളനം ഞാൻ കൃത്യമായിട്ട് ഇരുന്ന് കേൾക്കുന്നു. അങ്ങോട്ട് എൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് അവർ പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ പരിശോധിക്കേണ്ട സംസ്ഥാന നേതൃത്വം. ഇനി അല്ല അത് അങ്ങനെ എനിക്ക് അതിൽ അഭിപ്രായം ഇല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളത് അതിനുശേഷം അവർ പറഞ്ഞതുണ്ട്, എൻ്റെ റെക്കോർഡുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് അങ്ങനെ എൻ്റെ സ്വത്ത് വിവരം ഞാൻ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാളുടെ അറിയാലോ, സ്വത്ത് വിവരം അത്രയും ബോധമില്ലാത്ത ആളല്ലല്ലോ. അത്രയും ബോധമില്ലാത്ത ആളുകളല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന. മുനിസിപ്പാലിറ്റിയിലേക്കോ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കൊക്കെ മത്സരിക്കുന്ന സമയത്ത് സ്വത്ത് വിവരം കൊടുക്കണം. ലോകായുക്തയ്ക്ക് 6 മാസം കൂടുമ്പോൾ സ്വത്ത് വിവരം നഗരസഭാ കൗൺസിലർമാർ കൊടുക്കണം. ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും സ്വത്ത് വിവരം സംബന്ധിച്ച് വളരെ സുതാര്യമാണ്. ഞാൻ 19 മത്സരിച്ചിട്ടുണ്ട്, 21 മത്സരിച്ചിട്ടുണ്ട്, 24, 24 ഇപ്പോൾ രണ്ട് ലോകസഭയിലൊക്കെ മത്സരിച്ചിട്ടുണ്ടോ. 19 ലോകസഭയിൽ മത്സരിക്കുന്ന സമയത്ത് 21 മത്സരിക്കുന്ന സമയത്തൊക്കെ കൊടുത്ത എല്ലാ സൈറ്റിലുണ്ടല്ലോ. സുതാര്യമല്ല, ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാമല്ലോ. ഡൗൺലോഡ് ചെയ്യട്ടെ, പരിശോധിക്കട്ടെ. പ്രമീള ശശിധരൻ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ കണ്ടതാണ് വാർത്താ സമ്മേളനം. നിങ്ങൾ വളച്ചോടിക്കേണ്ട.